ഒരു കാലത്ത് തണുപ്പുള്ള ഒരു ഡിസംബർ രാത്രിയിൽ തന്റെ മകനായ മാക്സിനൊപ്പം വീട്ടിലേക്ക് മടങ്ങാൻ ലൂയിസ് ഷാലർ എന്നൊരു ഡോക്ടർ ലണ്ടനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു. അവന്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ട ഭാര്യയുടെ ഓർമ്മകൾ ഒരു നനുത്ത വേദനയായി എപ്പോഴുമുണ്ടായിരുന്നു. അവർ കയറിയ വണ്ടിയിൽ അബദ്ധത്തിൽ മാക്സ് തന്റെ കാപ്പി സാറാ ബാർവെൽ എന്ന യുവതിയുടെ കോട്ടിൽ തെറിപ്പിച്ചപ്പോൾ ലൂയിസ് അവളോട് ക്ഷമ ചോദിച്ചു. ആ ചെറിയ കൂടിക്കാഴ്ചയിൽ നിന്ന് അവരുടെ മനസ്സുകളിൽ ഒരു പുതിയ ബന്ധത്തിന്റെ നാമ്പുകൾ കിളിർത്തു. വണ്ടി നിശ്ചലമായി നിന്ന ഒരു നിമിഷത്തിൽ തിളക്കമുള്ള ഒരു ജാക്കറ്റ് ധരിച്ച അജ്ഞാതനായ ഒരാൾ തീവണ്ടിയുടെ പുറമെ നടന്നുപോകുന്നത് ലൂയിസ് കണ്ടു. വണ്ടി വീണ്ടും നീങ്ങാൻ തുടങ്ങിയപ്പോൾ പാളത്തിലൂടെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുന്നതും അവൻ കണ്ടു. എന്തോ അപകടം മണത്ത അവൻ പോയി നോക്കിയപ്പോൾ വണ്ടിയുടെ കാവൽക്കാരനെ കാണാനില്ലായിരുന്നു. ഒരു ദുഷ്ടശക്തി ആ ഇരുമ്പു വണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി തോന്നി. അധികം വൈകാതെ വണ്ടി ടോൺബ്രിഡ്ജിനടുത്തെത്തിയപ്പോൾ സാറാ ലൂയിസിനെ ചുംബിച്ചു തന്നെ വിളിക്കണമെന്ന് മന്ത്രിച്ചു. എന്നാൽ ലൂയിസിന്റെ മനസ്സ് വണ്ടി തന്റെ സ്റ്റോപ്പ് വിട്ട് മുന്നോട്ട് കുതിക്കുന്നത് കണ്ടപ്പോൾ അസ്വസ്ഥമായി. അവൻ മാക്സിനെ എലൈൻ മിഡിൽട്ടൺ എന്ന നല്ല മനസ്സുള്ള സഹയാത്രികയെ ഏൽപ്പിച്ചുകൊണ്ട് ഡ്രൈവറോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡ്രൈവർ എത്ര യാത്രക്കാർ ബാക്കിയുണ്ടെന്ന് മാത്രം ചോദിച്ച് ഫോൺ വെച്ചു. തീവണ്ടിയുടെ ഉള്ളിൽ അവശേഷിച്ച യാത്രക്കാരിൽ പീറ്റർ കാർമൈക്കിളും ജാൻ ക്ലിമോവ്സ്കിയും ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്നതിനാൽ തുടക്കത്തിൽ സംശയം തോന്നിച്ച ക്ലിമോവ്സ്കി ഇപ്പോൾ എല്ലാവർക്കും തുണയായി. വണ്ടിയെ നിർത്താൻ അവർ എമർജൻസി ബ്രേക്ക് കയറുകൾ വലിച്ചു. പക്ഷേ വണ്ടിക്ക് യാതൊരു മാറ്റവുമുണ്ടായില്ല. ഡ്രൈവർ ഒരു ദുഷ്ടശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടവനെപ്പോലെ വണ്ടിയെയും അതിലെ ജീവനുകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ലൂയിസിനും കാർമൈക്കിളിനും മനസ്സിലായി. പിന്നിലെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടി നിർത്താൻ അവർ ശ്രമിച്ചു. ആദ്യം വിജയിച്ചെങ്കിലും ഡ്രൈവർ വേഗത കൂട്ടിയപ്പോൾ അവരുടെ ശ്രമം പരാജയപ്പെട്ടു. വണ്ടി ടൺബ്രിഡ്ജ് വെൽ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് കുതിച്ചുപാഞ്ഞപ്പോൾ വഴിയിൽ വന്ന ഒരു വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർ തൽക്ഷണം മരിച്ചു. ഈ ഭീകരമായ കാഴ്ച മിഡിൽട്ടണിന് ഹൃദയാഘാതമുണ്ടാക്കി. ലൂയിസിന് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദുരന്തം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു. തുടർന്ന് ക്ലിമോവ്സ്കിയും ഷാലറും ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിച്ച് ഡ്രൈവറുടെ വാതിലുകൾ തകർക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ വാതിൽ തകർന്ന് അകത്തു കടന്നപ്പോൾ വണ്ടിയുടെ കാവൽക്കാരന്റെ നിശ്ചലമായ ശരീരം അവർ കണ്ടു. മോട്ടോർ സൈക്കിൾ ഹെൽമറ്റ് ധരിച്ച ഡ്രൈവറെ ലണ്ടൻ ബ്രിഡ്ജിൽ വെച്ച് താൻ കണ്ട ഒരു യാത്രക്കാരനായി ലൂയിസ് തിരിച്ചറിഞ്ഞു. ട്രാക്കിലൂടെ ഇഴഞ്ഞത് യഥാർത്ഥ ഡ്രൈവറാണെന്നും തിളക്കമുള്ള ജാക്കറ്റ് ധരിച്ചയാൾ വണ്ടിയെ ഒരു മാരകമായ കെണിയിലാക്കിയ ദുഷ്ടശക്തിയാണെന്നും അവൻ മനസ്സിലാക്കി. രണ്ടാമത്തെ വാതിൽ തകർക്കാൻ അവർ ആവതെല്ലാം ശ്രമിച്ചു. എന്നാൽ ഡ്രൈവർ തുടർച്ചയായി ഉച്ചത്തിൽ ഹോൺ മുഴക്കി അവരെ അകറ്റി നിർത്തി. വണ്ടിയുടെ കമ്പാർട്ട്മെന്റുകൾ വേർപെടുത്താനായി ക്ലിമോവ്സ്കി പുറത്തേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ മുന്നിലിടുങ്ങിയ ഒരു തുരങ്കം കണ്ടപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു. വണ്ടി തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിമിഷങ്ങൾക്കു മുമ്പ് ലൂയിസ് ക്ലിമോവ്സ്കിയെ ഉള്ളിലേക്ക് വലിച്ചുകയറ്റി രക്ഷിച്ചു. പോലീസ് മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് ഒരു തടസ്സം സ്ഥാപിച്ചിരുന്നു. എന്നാൽ അത് വണ്ടിയെ ഒരു നിമിഷം മാത്രം നിർത്തി. തുരങ്കത്തിന്റെ ഇടുങ്ങിയ ഭാഗം കാരണം യാത്രക്കാർക്ക് വാതിലുകൾ തുറക്കാനും കഴിഞ്ഞില്ല. ഹേസ്റ്റിംഗ് സ്റ്റേഷനിലെ അപകടകരമായ സ്ഥലത്താണ് വണ്ടി അടുത്തത് നിർത്താൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ലൂയിസ് അവസാനത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ഒരു താൽക്കാലിക സ്ഫോടക വസ്തു ഉണ്ടാക്കി. ആ സ്ഫോടനത്തിൽ വണ്ടിയുടെ തറയുടെ പാനലുകൾ നശിച്ചു. ഇത് മറ്റുള്ളവർക്ക് കമ്പാർട്ട്മെന്റുകൾ വേർപെടുത്താൻ വഴിയൊരുക്കി. എന്നാൽ ആ വിടവിലൂടെ അബദ്ധവശാൽ വീണ് കാർമൈക്കിൾ മരിച്ചു. അവന്റെ ജീവൻ ആ ദുരന്തത്തിന് ബലിയാടായി. കത്തുന്ന കമ്പാർട്ട്മെന്റുകൾ വേർപെട്ട് ഒരു നഗരത്തിലെ സ്റ്റേഷനിലൂടെ അതിവേഗം മുന്നോട്ടു കുതിച്ചു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ലൂയിസ് മുൻപിലെ കമ്പാർട്ട്മെന്റിൽ ഒറ്റപ്പെട്ടു. അതേസമയം ക്ലിമോവ്സ്കിയും ബാർവെല്ലും പിന്നിലെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് തങ്ങളുടെ കമ്പാർട്ട്മെന്റ് നിർത്താൻ ശ്രമിച്ചു. തീവണ്ടിയിൽ നിന്ന് ഇന്ധനം ചോർന്ന് തീ ആളിക്കെത്തുമ്പോഴും ലൂയിസ് ഒരു നിമിഷം സ്വയം നിയന്ത്രിച്ചു. തുടർന്ന് എഞ്ചിൻ മുഴുവനായി പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടുമുമ്പ് അവൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഓട്ടി പുറത്തേക്ക് ചാടി, ഒരു പുതിയ ജീവിതത്തിലേക്ക് കുതിക്കുന്നതുപോലെ. ആ സ്ഫോടനത്തിൽ ഡ്രൈവറുടെ കൈ ഡെഡ്മാൻ സ്വിച്ചിൽ നിന്ന് വേർപെട്ടു. അതോടെ തീവണ്ടിയുടെ അമിതവേഗതയ്ക്ക് അറുതി വന്നു. ആ ഇരുമ്പ് ഭീമൻ അവസാനമായി ഒരു വലിയ ശബ്ദത്തോടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് നിന്നു. അതിന്റെ മുൻഭാഗത്തെ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞു. കത്തുന്ന തീവണ്ടിക്ക് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുമ്പോൾ ലൂയിസിനെ ബാർവെല്ലും മാക്സും ക്ലിമോവ്സ്കിയും ചേർന്ന് ജീവനോടെയും ബോധത്തോടെയും കണ്ടെത്തി. ആ ദുഷ്ട ഡ്രൈവറുടെ യഥാർത്ഥ വ്യക്തിത്വവും അവന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളും ഒരു രഹസ്യമായി അവശേഷിച്ചു. ലൂയിസും സാറയും ഒരുമിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചോ അതോ വേർപിരിഞ്ഞോ എന്നതും ആർക്കുമറിയാത്ത ഒരു കഥയായി തുടർന്നു.